മലയാള സിനിമാ ഇൻഡസ്ട്രി അതിൻ്റെ ഏറ്റവും സന്തുഷ്ടവും സമ്പന്നവുമായ ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രേമലുവും മഞ്ഞുമ്മൽ ബോയ്സും പ്രമേഹവുമെല്ലാം മലയാള സിനിമയിലേക്ക് കോടികളാണ് എത്തിക്കുന്നത്. എന്നാൽ ഈ തിയേറ്റർ ആഘോഷവും മലയാള സിനിമയുടെ നല്ല കാലവും തത്കാലം അവസാനിക്കാൻ പോകുന്നില്ലെന്ന് ഉറപ്പുനൽകുന്ന റിലീസുകളാണ് അടുത്ത മാസങ്ങളിൽ മലയാളത്തിൽ വരുവാൻ പോകുന്നത്. പൃഥ്വിരാജ് ബ്ലസ്സിഡീമിൻ്റെ ആടുജീവിതവും ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഫഹദ് ഫാസിൽ വീണ്ടും നായകനായി എത്തുന്ന ആവേശവുമെല്ലാം അടങ്ങുന്ന വിജയപ്രതീക്ഷയുള്ള പട്ടികയിലേക്ക് ഇപ്പോഴിതാ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ചിത്രം ടർബോയും മാസ് എൻട്രി നടത്തിയിരിക്കുന്നു. മലയാള സിനിമയ്ക്ക് വ്യത്യസ്തമായ പരീക്ഷണ ചിത്രങ്ങൾ കൊണ്ട് പോലും വലിയ വിജയം സമ്മാനിക്കുന്ന മമ്മൂക്കയുടെ ആക്ഷൻ ത്രില്ലർ മാസ് ചിത്രത്തിനായി മമ്മൂട്ടി ആരാധകരും സിനിമാപ്രേമികളും തിയേറ്റർ ഉടമകളുമെല്ലാം വലിയ ആവേശത്തോടെയും പ്രതീക്ഷയോടുമാണ് കാത്തിരിക്കുന്നത്. സൂപ്പർ സംവിധായകൻ മിഥുൻ മാനുവൽ തോമസാണ് ടർബോക്ക് വേണ്ടി തിരക്കഥ ഒരുക്കുന്നത്. കന്നഡ താരം രാജ്ബി ഷെട്ടിയും തെലുങ്ക് താരം സുനിലും ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ മമ്മൂട്ടി തന്നെയാണ് ചിത്രം നിർമ്മിക്കുന്നത്. ഇപ്പോൾ ചിത്രത്തിന്റെ റീലീസ് ഡേറ്റിനെക്കുറിച്ചുള്ള സൂചനകൾ പുറത്തുവരുന്നുണ്ട്. വൈശാഖ് സംവിധാനം ചെയ്യുന്ന ടർബോ മെയ് മാസത്തിൽ റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. അതിനുവേണ്ടി തിയേറ്ററുകൾക്കുള്ള എഗ്രിമെന്റുകൾ അയച്ചതായും ചാർട്ടിങ്ങുകൾ ആരംഭിച്ചതായും സൂചനകളുണ്ട്. മെയ് 9 ചിത്രം തിയേറ്ററുകളിൽ എത്തിക്കാനുള്ള പദ്ധതിയിലാണ് അണിയർ പ്രവർത്തകർ എന്നാണ് ലഭ്യമാകുന്ന സൂചന. ആക്ഷൻ രംഗങ്ങൾ കൊണ്ട് സമ്പന്നമായ ചിത്രമായിരിക്കും ടർബോ എന്നാണ് റിപ്പോർട്ട്. ഹോളിവുഡ് സിനിമകളിലെ ചേസിംഗ് സീനുകളിൽ ഉപയോഗിക്കുന്ന ഡിസ്പ്ലേ മോഷൻ ബ്ലർ മെഷർമെന്റിന് അനുയോജ്യമായ പർസ്യൂട്ട് ക്യാമറ ടർബോയിൽ ഉപയോഗിക്കുന്നുണ്ട്. 200 കിലോമീറ്റർ സ്പീഡ് ചേസിംഗ് വരെ ഇതിൽ ചിത്രീകരിക്കാം. ഹോളിവുഡ് സിനിമകളായ ട്രാൻസ്ഫോർമേഴ്സ്, ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് പോലുള്ള ചിത്രങ്ങളിൽ ഉപയോഗിച്ച ക്യാമറയാണ് ഇത്. ക്ലാസായി വന്ന് മാസ് കാണിച്ച് പ്രേക്ഷകരെ ഞെട്ടിക്കുന്ന മമ്മൂക്ക ശരിക്കും മാസ് കാണിച്ചാൽ കളക്ഷൻ റെക്കോർഡുകൾ തിരുത്തി എഴുതുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഫ്രണ്ട്സ്, വീഡിയോ ലൈക്ക് ചെയ്തും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.